ദേശീയപാത 185 അടിമാലി ടൗണിലേക്ക് എത്തുന്ന ഭാഗത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. ദേശീയപാത 185 ദേശീയപാത 85മായി സംഗമിക്കുന്ന ഭാഗം സംബന്ധിച്ച് മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെന്നാണ് സമിതിയുടെ ആക്ഷേപം. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അത്തരമൊരു നീക്കം നടക്കുന്നുവെങ്കിൽ അതൊഴിവാക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ദേശീയപാത 85ന്റെ നവീകരണത്തിനൊപ്പം ദേശീയപാത 185ന്റെ നവീകരണത്തിനും നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ദേശീയപാത 185 അടിമാലി ടൗണിലേക്കെത്തുന്ന ഭാഗത്തെ അലൈൻമെന്റ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണവുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്തെത്തിയിട്ടുള്ളത്. മുമ്പ് അടിമാലി മിനിപ്പടിയിൽ നിന്നായിരുന്നു ദേശീയപാത 185ന് തുടക്കം കുറിക്കാൻ ലക്ഷ്യമിട്ടിരുന്നതെന്നും എന്നാൽ ഇതുമാറ്റി അടിമാലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള കൊടുംവളവിൽ നിന്നും ദേശീയപാത 185ന് തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നുവെന്നുമാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആക്ഷേപം. ഈ രീതിയിൽ നിർമ്മാണം നടന്നാൽ അത് തികച്ചും അശാസ്ത്രീയമായി മാറുമെന്ന് സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മൂന്നാറിലേക്കുള്ള റോഡ് വരുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അത് നേരിട്ടുള്ള ഉപരിതല ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. ആ വർക്കില് അനാവശ്യമായിട്ട് ആരിടപെടാൻ ശ്രമിച്ചാലും നമ്മൾ ആ കാര്യത്തിൽ പ്രതിരോധം ഉയർത്തും. ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഇതിന്റെ പേരിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആരംഭിക്കാനിടയാകും. അതുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ ഈ വിവരം അറിയിക്കുന്നുണ്ട്. ആ നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ, അപകടങ്ങൾ സൃഷ്ടിക്കാത്ത തരത്തിൽ ഈ റോഡിന്റെ ആരംഭം കുറിക്കേണ്ടത് അടിമാലി മിനിപ്പടി ഭാഗത്തുനിന്ന് മുമ്പ് നിശ്ചയിച്ചിരുന്ന പോലെ തന്നെ വേണം. അല്ലാതെ ജനങ്ങളെ ഒന്ന് പറഞ്ഞ് കാണിക്കുകയും പിന്നീട് ഒളിച്ചു മാറ്റി ഏതെങ്കിലും തരത്തിലേക്ക് ഈ റോഡ് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആരെ സംരക്ഷിക്കാനാണെങ്കിലും ആരുടെ താല്പര്യം അനുസരിച്ചാണെങ്കിലും അതിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് അറിയിക്കാനുള്ളത്. ദേശീയപാത 185 അടിമാലി ടൗണിൽ നിന്നും ആരംഭിച്ചാലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായിട്ടായിരുന്നു ദേശീയപാത 185 മിനിപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന രീതിയിൽ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്നും ഇപ്പോൾ സംശയിക്കും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമൊക്കെയുള്ള പ്രദേശത്ത് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തുമെന്നും സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. മാത്രമല്ല, വാഹനമോടിക്കുന്നവർക്ക് ദൂരക്കാഴ്ച ലഭിക്കാത്ത കൊടുംവളവിൽ നിന്ന് പാത രണ്ടായി പിരിയുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും വാദമുയരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നുവെങ്കിൽ ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തി അതൊഴിവാക്കാൻ നടപടിയുണ്ടാകണമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.